നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിജയനെ ചവിട്ടി പുറത്താക്ക്. ഈ പാർട്ടി ഒരുത്തന്റെയും കുടുംബ സ്വത്തല്ല. കണ്ണൂർ CPM-ൽ കലാപമാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഷംസീർ പക്ഷക്കാർ തലപൊക്കിയിരിക്കുകയാണ്. അവർ പലതും പച്ചയ്ക്ക് വിളിച്ചു കൂവുകയാണ്. ഇത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷംസീറിനെയും കൂട്ടരെയും അനുനയിപ്പിക്കുക ഇനി അത്ര എളുപ്പമല്ല. കാരണം അവർ ഇടഞ്ഞാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കുറച്ചു കാലമായി ഷംസീറിനെ ചവിട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ് പിണറായി. റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഷംസീറിനെ ചവിട്ടി ഒതുക്കുന്നു എന്നുള്ള പരാതി കുറച്ച് കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പട്ടിക പുറത്തുവിട്ടതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഷംസീറാണ് പിണറായി വിജയന്റെ ടാർഗറ്റ് എന്ന്. എന്നാൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇനി ഷംസീറിനെയും കിട്ടില്ല. ഷംസീർ ഗ്രൂപ്പാണ് ഇപ്പോൾ പിണറായിക്ക് നേരെ ശക്തമായി രംഗത്തേക്ക് വന്ന് വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അവർ സൈബറിടം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ റിയാസിന് നേരെ വലിയൊരു പരിഹാസമുള്ളത് ലോകത്താദ്യമായിട്ടായിരിക്കും മകളെ വിവാഹം കഴിച്ചതിന് ഒരാൾക്ക് മന്ത്രി കസേര സ്ത്രീധനമായി കിട്ടുന്നത് എന്നുള്ള പരിഹാസം. വീണ വിജയനെ റിയാസ് കല്യാണം കഴിച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ മന്ത്രി കസേര തന്നെ റിയാസിന് കൊടുത്തത് എന്നുള്ള ആക്ഷേപം അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ അത് പലരും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തായ്ക്കണ്ടിയിൽ കുടുംബ സ്വത്തല്ല CPM എന്ന പാർട്ടി. എന്നാൽ ആ പാർട്ടിയെ അതിൻ്റെ കഴുക്കോലൂരുന്ന തരത്തിലേക്കാണ് പിണറായി കുടുംബം കൊണ്ടുപോയിരിക്കുന്നത്. ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ പാതാളക്കുഴിയിലേക്ക് മണ്ണിട്ട് മൂടുന്നതിന് സമാനമായി പോകുമെന്നും ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് സൈബറിടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഷംസീറും ശൈലജയും ജയരാജന്മാരും എല്ലാവരെയും പാതാളക്കുഴിയിൽ ചവിട്ടി താഴ്ത്തണം എന്നുള്ളതാണ് പിണറായി വിജയന്റെയും ഒരു തീരുമാനം. അത് തന്നെയാണല്ലോ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നതും. ജയിക്കുന്ന സീറ്റുകളിൽ പോലും വെട്ടി നിരത്തലാണ് നടന്നിരിക്കുന്നത്. PBയുടെ വായടപ്പിച്ച് ക്ലിഫ് ഹൗസിലിരുന്ന് മുഖ്യമന്ത്രി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു. വെടക്കാക്കി തനിക്കാക്കുന്ന തൊട്ടിത്തരമാണ് പിണറായി വിജയൻ പുറത്തെടുത്തിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ CPM-ന്റെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ടു. ഷംസീറിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ? സംശയമാണ്. കൂമ്പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇനി ഒരുക്കമല്ല ഷംസീർ. പിണറായിക്കിട്ട് വെടിപൊട്ടിച്ചാണ് ഷംസീർ പക്ഷക്കാർ ഇരച്ചിറങ്ങിയിരിക്കുന്നത്. അവർ പരസ്യ വെല്ലുവിളി തുടങ്ങിയിട്ടുണ്ട്. ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിൽ കൊണ്ട് തള്ളിയത് തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പാർട്ടിക്ക് പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാസിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതിനുള്ള പാത വെട്ടുകയാണ് പിണറായി വിജയൻ. അപ്പോൾ മുന്നിലുള്ള ചില ശത്രുക്കളുണ്ട്, ചില എതിരാളികൾ. അപ്പോൾ അവരെ എല്ലാവരെയും വെട്ടിമാറ്റി മരുമകന് സ്മൂത്തായി വഴിയൊരുക്കി കൊടുക്കുകയാണ് അമ്മായിയപ്പൻ എന്നുള്ള വലിയ പരിഹാസമാണ് ഇപ്പോൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കുക, മട്ടന്നൂരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറിനെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് കൊണ്ട് തള്ളുന്നത് പിന്നെ എന്തിനാണ്? UDFന്റെ സീറ്റാണ്. അവർക്ക് അപ്രമാദിത്വമുള്ള മണ്ഡലമാണ് പേരാവൂര്. അവിടെ കൊണ്ടുപോയി ശൈലജ ടീച്ചറിനെ നിർത്തുകയാണ്. ശൈലജ ടീച്ചറിനെ വെട്ടിച്ചിതറിക്കുക, അത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പിണറായിക്ക് ശൈലജ ടീച്ചറിനോട് നല്ല ഈഗോയാണ്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും പിന്തള്ളിയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ വിജയിച്ചു കയറിയത്. അപ്പോൾ ചില്ലറ ചൊറിച്ചിലൊന്നും ആയിരിക്കത്തില്ലല്ലോ പിണറായിക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് പേരാവൂരിലേക്ക് കൊണ്ട് നിർത്തുന്നത്. ശൈലജ ടീച്ചറിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് ഭയന്നാണ് പേര് എഴുതി ചേർത്തത്. പക്ഷേ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് കൊണ്ട് ഇടുന്നു. അത് വലിയ കൊടിയ വഞ്ചനയാണ് ശൈലജ ടീച്ചറിനോട് CPM അല്ല പിണറായി കാണിച്ചിരിക്കുന്നത്. ഇരുന്നിട്ടല്ല, ഇനി കിടന്നിട്ടാണെങ്കിലും ഞാൻ ഭരിക്കും എന്നുള്ള പിണറായി ധാർഷ്ട്യമാണിത്. മരുമോന്റെ രാഷ്ട്രീയവും ഏകദേശം സേഫാക്കി. പിണറായി വിജയൻ എന്നൊരൊറ്റ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളായി പാർട്ടി മാറുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കല്ലുകടിയാകാൻ സാധ്യതയുള്ള സകലരെയും അതിസമർത്ഥമായിട്ട് ക്യാപ്റ്റൻ വലിച്ചു പുറത്തേക്കിട്ടിരിക്കുന്നു. വേണം, ഇത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചോദിച്ചു മേടിച്ചതാണ്. കപ്പിത്താൻ, ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ, സൂര്യൻ എന്നൊക്കെ പിണറായിയെ താങ്ങിയും തള്ളിമറിച്ചും പാർട്ടിക്ക് മുകളിൽ കൊണ്ടങ്ങ് പ്രതിഷ്ഠിച്ചതിന് ആടപടലം കിട്ടിയതാണിത്. ഒരു വ്യക്തിയിലല്ല ഈ പാർട്ടിക്ക് മുകളിലല്ല ഒരുത്തരും തുടങ്ങിയ നിലപാടുകളിൽ വെള്ളം ചേർത്ത് പിണറായിയെ പാർട്ടിയായി പ്രഖ്യാപിച്ചതോടെ അന്ന് തുടങ്ങിയതാണ് CPM-ന്റെ പതനം. പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ എതിർക്കാതെ കുഴലൂത്ത് നടത്തിയവരൊക്കെ അനുഭവിച്ചോ?
പിണറായി വിജയന്റെ തനിനിറം പാർട്ടിക്കാർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പഞ്ചപുച്ഛമടക്കി പിണറായിയുടെ കാൽ ചുവട്ടിൽ കിടപ്പാണ് ഒരു കൂട്ടർ. എന്നാൽ ഇനിയും മിണ്ടാതിരിക്കാൻ ഷംസീറും കൂട്ടരും തയ്യാറല്ല. ഷംസീറിനെ പൂർണ്ണമായും ഒതുക്കാൻ പക്ക പ്ലാനാണിട്ടത്. പി ജയരാജന് കണ്ണൂരിൽ സംഭവിച്ചത് എന്താണോ അത് തന്നെ ഷംസീറിനെയും കാത്തിരിക്കുന്നത്. അപകടം മണത്ത ഷംസീർ പക്ഷക്കാർ തലപൊക്കി പിണറായിക്ക് നേരെ ശബ്ദമുയർത്തുന്നു. റിയാസിനെ അവർ സൈബർ ഇടത്തിൽ വലിച്ചു കീറുകയാണ്. റിയാസിനെ ബേപ്പൂരിലാണ് നിർത്തിയിരിക്കുന്നത്. ബേപ്പൂരിൽ റിയാസിനെ തോൽപ്പിക്കാനുള്ള പണിയായിരിക്കും ഇനി ഷംസീർ പക്ഷക്കാർ എടുക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, റിയാസിനെ അത്ര അങ്ങോട്ട് പിടിക്കാത്ത കുറെ അധികം ആൾക്കാർ CPM-ൽ ഉണ്ട്. അവരെല്ലാവരും റിയാസിനെ ബേപ്പൂരിൽ തോൽപ്പിക്കാനായിട്ടായിരിക്കും പണിയെടുക്കുക. ഈ പാർട്ടിക്ക് ഒരു നയമുണ്ട്, നിലപാടുണ്ട്. ഈ പ്രസ്ഥാനം ഒരു കുടുംബക്കാരുടെയും അല്ലെന്ന് ഷംസീർ പക്ഷക്കാരുടെ മുറവിളി പിണറായി കുടുംബം പാർട്ടിയിൽ കൈകടത്തുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ്. പിണറായി കഴിഞ്ഞാൽ റിയാസ്, അതും കഴിഞ്ഞാൽ ആര്? ഇനി വീണയുടെ മകൻ എന്ന ശൈലിക്കാണോ മുഖ്യന്റെ ഈ കണക്കുകൂട്ടലും പണിയെടുപ്പും? ഷംസീർ കൂട്ടർ കലി ഇളകി രംഗത്തേക്ക് വന്നിരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു യുദ്ധം പാർട്ടിയിൽ ഉണ്ടാകുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ തവണയും തനിക്ക് നേരെ വലിയ വെട്ടിനിരത്തൽ ഉണ്ടായിട്ടും ഷംസീർ മൗനം പാലിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് ഇടഞ്ഞെങ്കിലും പിന്നീട് മൗനം പാലിച്ചു. എന്നാൽ ഇനിയും അതിന് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് ഷംസീറിൻ്റേത്. 2 ടേം നിബന്ധനയൊക്കെ ഷംസീറിനെ ഒതുക്കാൻ മുഖ്യന്റെ അടവ് മാത്രമാണല്ലോ. 2 ടേമിൽ വെള്ളം ചേർത്ത് മറ്റു നേതാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് ഷംസീറിന് മാത്രം വെട്ട്. മരുമോനിസം വളർത്താനുള്ള പിണറായി കളിയുടെ കടയ്ക്കൽ വെട്ടുമെന്നാണ് ഷംസീർ പൊട്ടിത്തെറിക്കുന്നത്. CPM-ലെ എതിരാളികളാണ് ഷംസീറും റിയാസും. റിയാസിനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു 2021-ൽ ഷംസീറിനെ തേച്ചൊട്ടിച്ചത്. അന്ന് വലിയ പൊട്ടിത്തെറി നടന്നു. പിന്നീട് ഷംസീറിനെ അനുനയിപ്പിക്കാനാണ് സ്പീക്കർ കസേര കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയത്. 2021-ൽ പരസ്പരം കടിച്ചു കീറുന്ന ഷംസീറിനെയും റിയാസിനെയും കേരളം കണ്ടതാണല്ലോ. അന്നത്തെ പോര് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. ഒരു കരാറുകാരനെയും കൂട്ടി ഷംസീർ റിയാസിനെ കാണാൻ പോയതായിരുന്നു അന്നത്തെ പോരിന് കാരണം. കരാറുകാരെ കൂട്ടി MLA-മാർ മന്ത്രിയെ കാണാൻ വരരുതെന്ന് സഭയിൽ റിയാസ് പച്ചയ്ക്ക് പറഞ്ഞു. ഇത് ഷംസീറിനെ ഉദ്ദേശിച്ചായിരുന്നു. തുടർന്ന് ഇതിൽ പിടിച്ച് പോര് കനത്തു. പാർട്ടി റിയാസിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചു. ഷംസീറിനെ അവർ ഒറ്റപ്പെടുത്തി. റിയാസ് മനഃപൂർവ്വം ഷംസീറിനെ കയറി ചൊറിയുകയായിരുന്നു അന്ന്. മന്ത്രിയുടെ പ്രസ്താവനയെ ഷംസീർ നിയമസഭാ കക്ഷി യോഗത്തിൽ അപ്രതീക്ഷിതമായി ചോദ്യം ചെയ്തു. റിയാസിന്റെ ആ പ്രസ്താവനയെ അല്ല, മന്ത്രിയുടെ ശൈലിയോടുള്ള പ്രതിഷേധമാണ് ഷംസീർ പ്രകടിപ്പിച്ചതെന്ന് പിന്നീട് പലരും പറഞ്ഞു. അഹങ്കാരം പാടില്ലെന്നും വിനയാന്വിതരായി പെരുമാറണമെന്നും മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചില മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഷംസീറിന്റെ സുഹൃത്തായ MLA KV സുമേഷും ആ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഷംസീറിന്റെ വിയോജിപ്പ് മറ്റു ചില MLA-മാർ ഏറ്റുപിടിക്കുകയും താൻ മാപ്പ് പറയുകയും ചെയ്തു എന്ന നിലയിൽ വാർത്ത വന്നതോടെയാണ് താൻ ഒരടി പിന്നോട്ട് പോയിട്ടില്ലെന്നും പാർട്ടിയുടെ അനുമതിയോടെയാണ് മറുപടി പറഞ്ഞതെന്നും റിയാസ് വിശദീകരിച്ചു. അതേസമയം പറഞ്ഞതിൽ താനും ഉറച്ചു നിൽക്കുന്നതായി ഷംസീറും വ്യക്തമാക്കി. ഇരുവരും തമ്മിലുണ്ടായ ഈ ഭിന്നത നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷം അത്ര വലിയ രസത്തിലല്ല ഇരുവരുടെയും ബന്ധം. പിണറായിയുടെ മരുമകനായതുകൊണ്ടാണ് റിയാസിന് മന്ത്രി കസേര കിട്ടിയത്. റിയാസിനെ വളർത്താൻ ഷംസീറിനെ വെട്ടിയെന്ന ആക്ഷേപം അന്നു മുതൽക്കേ ഉള്ളതാണ്. ഷംസീർ പക്ഷക്കാർ അത് പച്ചയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ഇത് ആത്മഹത്യാപരമായ നിലപാടെന്ന് ചില CPM നേതാക്കൾ പറയുന്നുണ്ട്. അവർ ഷംസീറിന്റെ കാര്യവും ശൈലജയുടെ കാര്യവും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നതും. ഷംസീറിനെ 2 ടേം വ്യവസ്ഥയൊക്കെ പറഞ്ഞ് വെട്ടിയൊതുക്കിയത് രാഷ്ട്രീയ ചതി തന്നെയാണ്. പലർക്കും ടേം വ്യവസ്ഥ ഇളവ് നൽകിയ പിണറായി ഷംസീറിന്റെ കാര്യത്തിൽ കാട്ടിയ കടുംപിടുത്തം റിയാസിന് പാർട്ടിയിലോ ഭരണത്തിലോ ഇനി ഒരു വെല്ലുവിളിയും എതിരാളിയും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. കണ്ണൂരിലെ വിശ്വസ്തനായ P ശശിക്ക് സീറ്റില്ലാത്തതും മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന് അവസാന നിമിഷം തഴഞ്ഞതും അപ്രതീക്ഷിതമായി. ഇതോടെ കണ്ണൂരിലെ സമവാക്യങ്ങൾ പോലും പിണറായിക്ക് കീഴിലായി. ഇനി എല്ലാ ശ്രദ്ധയും ബേപ്പൂരിലേക്കാണ്. റിയാസിന്റെ വിജയം ഉറപ്പിക്കാൻ പ്രദീപ് കുമാർ പ്രത്യേക ചുമതലയോടെ രംഗത്തിറങ്ങുന്നത് മരുമകന്റെ ഭാവി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഭാവി മുഖ്യമന്ത്രിയായി അവരോധിക്കാനുള്ള കൃത്യമായ തിരക്കഥയുടെ ഭാഗം തന്നെയാണ്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ വെട്ടിയതും കോടിയേരി കുടുംബത്തെ അകറ്റി നിർത്തിയതും പാർട്ടിക്കുള്ളിലെ പഴയ വേരുകൾ പിഴുതെറിയുന്നതിന്റെ ഒരു നീക്കമാണ്.
അൻവറിസം ഇപ്പോഴും പിണറായിയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പുലർത്തുന്ന അതീവ ജാഗ്രത. മലബാറിൽ അൻവർ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ റിയാസിനെ മുൻനിർത്തിയുള്ള പ്രതിരോധമാണ് ക്യാപ്റ്റൻ ഒരുക്കുന്നത്. പേരാവൂരിൽ കെ ശൈലജ ടീച്ചറെ ഇറക്കിയതിലൂടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തന്ത്രമാണ് പിണറായി പയറ്റുന്നത്. ജയിച്ചാൽ സീറ്റ്, തോറ്റാൽ ശൈലജയുടെ രാഷ്ട്രീയ അന്ത്യം. MV ഗോവിന്ദന്റെയും വിജയരാഘവന്റെയും ഭാര്യമാർക്ക് സീറ്റ് നൽകിയപ്പോൾ ഷംസീറിനെയും MM മണിയെയും പോലുള്ള കരുത്തരെ പുറത്താക്കിയത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. കണ്ണൂരിലെ കരുത്തരായ ജയരാജന്മാരെയും P ശശിയെയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് P ജയരാജന് സീറ്റ് കൊടുക്കാതിരിക്കുന്നത് PJ ആർമി അതിൽ കടുത്ത എതിർപ്പിലാണ്. കണ്ണൂരിൽ പിണറായിയേക്കാൾ തലപ്പൊക്കത്തിലുള്ള നേതാവാണ് P ജയരാജൻ. പ്രത്യേകിച്ച് RSSനെ എല്ലാ കാലത്തും വിമർശിക്കുകയും RSSനോടും BJPയോടും സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു സമാധാനത്തിനും താൻ ഒരുക്കമല്ലെന്നും ദൃഢനിശ്ചയത്തോടെ പറയുന്ന, എപ്പോഴും സംസാരിക്കുന്ന ആളാണ് P ജയരാജൻ. അദ്ദേഹത്തിനാണ് വലിയ ഫാൻസാണ്. അതായത് അദ്ദേഹം വന്ന് നിന്നാൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ P ജയരാജനെ ഇങ്ങനെ നിരന്തരം വെട്ടിയൊതുക്കുകയാണ്. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, പിണറായിക്ക് മുകളിൽ വളർന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇനി പിണറായി കാലം കഴിഞ്ഞാലും റിയാസിന് ഒരു വെല്ലുവിളിയാകരുത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ആ ജയരാജൻ പ്രഭാവം അങ്ങ് ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള കടക്കൽ കത്തിവെക്കുന്ന പണിയാണ് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത്. കാരണം P ജയരാജൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഉയർന്നു വരണം എന്നൊക്കെ ഉള്ളത് പാർട്ടിയുടെ കണ്ണൂരിലെ CPMകാരുടെ ഒരു വലിയ ആഗ്രഹമാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് എത്തണം, MLA കസേരയിലെത്തണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹം ഈ പറയുന്ന PJ ആർമി ഉൾപ്പെടെ അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാർക്കുണ്ട്. പക്ഷേ വളർന്നു വരാതെ ഈ പറയുന്ന PJയെ വെട്ടി മാറ്റുകയാണ് പിണറായി ചെയ്തിരിക്കുന്നത്. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രഖ്യാപിച്ചു. 100 സീറ്റ് നേടുമെന്ന UDFന്റെ അവകാശവാദം വെറും പരിഹാസ്യമാണെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഭരണ തുടർച്ചയുണ്ടാകുമെന്നും രാമകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു. കുറ്റ്യാടിയിൽ കേരള കോൺഗ്രസ് M സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സിറ്റിംഗ് സീറ്റായതിനാൽ CPM തന്നെ അവിടെ മത്സരിക്കുമെന്ന് കൺവീനർ വ്യക്തമാക്കി. എലത്തൂരിലെ NCP തർക്കങ്ങൾ അവർ തന്നെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റുകളും ഇത്തവണ തൂത്തുവാരുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നീക്കം. ബേപ്പൂരിൽ 2021നേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും ജില്ലയിലെ 13 സീറ്റും LDFന് ലഭിക്കുമെന്നും മുഹമ്മദ് റിയാസ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് മുഹമ്മദ് റിയാസിനെ തന്നെ വെട്ടിയൊതുക്കാൻ പാർട്ടിയിൽ കളി നടക്കുന്നുണ്ട്. റിയാസിനെ ഒതുക്കിയാലേ ഇനി കാര്യങ്ങൾ ശക്തമാകൂ, തങ്ങളുടെ കൈകളിലേക്ക് ഭരണമെത്തൂ, പാർട്ടിയുടെ പിടിയെത്തൂ എന്ന് ഏകദേശം നേതാക്കൾക്ക് മനസ്സിലായിരിക്കുന്നു. കൊണ്ട് അവർ ഒത്തുകൂടും. പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് പാർട്ടിയുടെ ശക്തി കേന്ദ്രം അതെല്ലായ്പ്പോഴും അവിടെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് റിയാസിനെയൊക്കെ, പിണറായിക്ക് ശേഷം റിയാസിനെയൊക്കെ ചവിട്ടി ഒതുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഒരു ഭയമുള്ളത് കൊണ്ടാണ് പിണറായി താൻ അരങ്ങൊഴിയുന്നതിന് മുൻപ്, താൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് മരുമകന് വേണ്ടിയിട്ട് സ്ഥാനം ഉറപ്പിക്കാനുള്ള എല്ലാ കളിയും കളിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ നടക്കുന്നത് ഗ്ലാമർ പോരാട്ടമാണെന്നും റിയാസ് പ്രതികരിച്ചു. ജില്ലയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള റിയാസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകും. എന്നാൽ റിയാസിനെ അവിടെ തോൽപ്പിക്കാനുള്ള ഒരു നീക്കവും പാർട്ടിയിൽ നടക്കുന്നുണ്ട്. ഒരു കൂട്ടർ അത്തരത്തിലൊരു ചർച്ചകളിലേക്കും കടക്കുന്നുണ്ട്. CPMന്റെ ഉരുക്കുകോട്ടയായ തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിന് പകരം കാരായി രാജൻ എത്തുന്നതോടെ പോരാട്ടം കടുക്കും. നിയമക്കുരുക്കുകൾ മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന കാരായി രാജൻ തിരിച്ചെത്തുന്നത് മണ്ഡലത്തിൽ പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ അസമിലും പുതുച്ചേരിക്കുമൊപ്പം കേരളവും പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. 5 മണ്ഡലങ്ങളിൽ ഒഴികെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ LDF ഇപ്പോൾ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ശബരിമലയൊക്കെ വലിയൊരു പ്രതിസന്ധിയായി മുന്നിലുണ്ടെങ്കിലും അതിനെല്ലാം വെട്ടിമാറ്റി വികസനം മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് തങ്ങളുടെ കാലത്ത് നടത്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരണം ശക്തമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM ഒരുങ്ങുന്നത്. എന്നാൽ അവിടെ CPMൽ വലിയ പൊട്ടിത്തെറികൾ ഒരു വഴിക്കൂടെ നടക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പലരെയും വെട്ടി ഒതുക്കിയൊക്കെ ചവിട്ടി മെതിച്ചാണ് പിണറായി ഇപ്പോൾ മരുമകന് വേണ്ടിയും കളം ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.